ഇന്നെ വിശ്വസിച്ചിറങ്ങി വന്നൊരു പെണ്ണാണ് കിടക്കുന്നുണ്ട് എന്നുള്ളൊരു സംഭവം അതിന്റെ ഉത്തരവാദിത്തം. ഭാര്യക്കാണോ ഉമ്മക്കാണോ കൂടുതൽ പരിഗണനയും സ്നേഹവും കൊടുക്കേണ്ടത്? മമ്മാസ് ബോയ് എന്ന് പറഞ്ഞാൽ ഒരു മോശം വാക്കാണോ? അല്ല, ആണോ? പക്ഷെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ മമ്മാസ് ബോയ് എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചാൽ അയാൾക്ക് എന്തിനേതിനും ഉമ്മനോട് ചോദിക്കണം എന്നുള്ളത് കൊണ്ടാണ് അൾട്ടിമേറ്റ്ലി ദാറ്റ് ഇസ് റോങ്. ചോദിക്കണേന് വിഷയമില്ല, എന്തിനാ പോയി ഭാര്യയോട് സംസാരിക്കണം? ചില ഉമ്മാക്ക് ഇഷ്ടമുണ്ടാവും ചില കാര്യങ്ങളൊക്കെ പറയണതൊക്കെ, പക്ഷെ ആ പറയണത് ചിലപ്പോൾ ഭാര്യക്ക് ഇഷ്ടമുണ്ടാവില്ല. ഉമ്മാനൊന്ന് പ്രൈവറ്റായിട്ട് പോയി സ്നേഹിച്ചോ, അതിന്റെ അർത്ഥം എന്താ ഭാര്യ നമ്മൾ സ്നേഹിക്കണ്ടെന്ന്? അങ്ങനെയല്ല. അത് അന്നെ പേടിച്ചിട്ട് ഇന്റെ ഉമ്മനെ സ്നേഹിക്കാണ്ടൊക്കെ പറ്റൂല എന്ന ഡയലോഗിലേക്ക് പോണ്ട. ഇത് ടൈം എടുക്കും, കാരണം രണ്ടുപേരും ഒരു വല്ലാത്തൊരു സ്റ്റേജിലാണ്. ഉമ്മ അത്രയും കാലം എന്റെ മോനെന്ന് പറഞ്ഞുകൊടുത്ത് പെട്ടെന്ന് വേറൊരാളെ ആയി പോവോ? അതേപോലെ ഒരു ഭാര്യ കടന്നു വരുന്ന സമയത്ത് എല്ലാ അമ്മമാർക്കുള്ള ഒരു സ്വഭാവമാണല്ലോ ഭാര്യയ്ക്ക് ജീവിക്കാൻ പാടില്ല, ഒരു കോൺസെപ്റ്റിൽ വരില്ല. ആ കോൺസെപ്റ്റ് ഒന്ന് ഇടിയണ്ടേ, അത് മാറണമെങ്കിൽ ഒരു സാധനം ഇവർ രണ്ടാളെയും നമുക്ക് മാറ്റപ്പില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പിയാപ്പിൾ എന്താ ചെയ്യണ്ടേ? ക്ലെവർ ആവണം. കാരണം തുടക്കകാലത്ത് ക്ലെവർ ആയിട്ട് ഇവർ രണ്ടാളെയും ഇടയിൽ ഇടപെടാൻ പഠിക്കണം. ഉമ്മാനോടൊക്കെ പോയിട്ട് വെറുതെ പറയാ മാഷാ അല്ലാഹ് ഓളെന്തൊക്കെ അങ്ങളെ കുറിച്ച് പറയലോ, അങ്ങനെ ഓള് പറഞ്ഞിട്ടേ കൂടി ഉണ്ടാവില്ല. അപ്പോൾ വൈഫിൻ്റെ അടുത്ത് പോയിട്ട് മാഷാ ഉമ്മക്ക് എന്തല്ലോ അത്രയും ഉമ്മൻ്റെ അടുത്ത് എടുത്തിരുന്ന് വിളിച്ചു ഓളെ പൊന്നു പോലെ നോക്കണം എന്നിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുക. അപ്പൊ സംസാരിക്കുന്ന സമയത്ത് ഇത്ര എങ്ങനെ ചെയ്യുന്നില്ലേ ആ ഒരു ഫീല് വരണം ഇടയിൽ. കാരണം ഇവർ രണ്ടുപേരുടെയും മനസ്സിൽ പേടിയുണ്ടാവുക, എന്റെ മോനെ മൊത്തത്തിലുള്ള വലിച്ചങ്ങോട്ട് കൊണ്ടുപോ, നമ്മളെ സ്നേഹിക്കാൻ വിടൂലേ. ഇത് ഈ പേടിയല്ലേ, ഈ പേടി മാറണമെങ്കിൽ എന്താക്കണം? ഞാൻ ക്ലെവറായിട്ട് ഇടപെടണം. ഞാൻ പറയുമ്പോ ഉമ്മാനെ കുറിച്ച് നിങ്ങളുടെ ഉമ്മ എന്താ അങ്ങനെ ഇന്റെ അമ്മനെ കുറിച്ചെങ്ങാനും എന്ന് പറയാൻ പാടില്ല. പുള്ളിക്കാരത്തെ വേദന പറയണേ. രണ്ടാൾക്കും എന്ത് ഫീലാ വേണ്ടിയെന്നറിയോ? ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ള ഫീലാ. ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ള ഫീൽ എങ്ങനെ വരിക? ആക്സെപ്റ്റൻസിലൂടെ. ഒരു പറയും ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, ഒരിപ്പോ പറയുന്ന സാധനം ഫാക്ടിനേക്കാൾ കൂടുതൽ ഇമോഷനാണ്. ഇമോഷനെ സാറ്റിസ്ഫൈ. രണ്ടുപേരും ഇമ്പോർട്ടൻ്റാ. ഉമ്മയും വൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും കൂടുതൽ രണ്ടുപേരും ഇമ്പോർട്ടൻ്റാ. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നെ വിശ്വസിച്ചിറങ്ങി വന്നൊരു പെണ്ണാണ് കിടക്കുന്നുണ്ട് എന്നുള്ളൊരു സംഭവം അതിന്റെ ഉത്തരവാദിത്തം. ഉമ്മന്റെ ഉത്തരവാദിത്തം അല്ല എന്നുള്ളതല്ല. പക്ഷെ വിശ്വസിച്ചിട്ട് വന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്.